ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ലിവറും ചിക്കൻ എഗ്ഗും ചേർത്തുണ്ടാക്കുന്ന ഒരു ഓംലെറ്റാണിത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ചിക്കൻ ലിവറും 2 ചിക്കൻ എഗ്ഗും എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണത്തിലും വേണമെങ്കിൽ ചെയ്യാം. ഒരു ചിക്കൻ ലിവർ ആണെങ്കിൽ ഒരു മുട്ട ചേർത്താൽ മതിയാകും. പിന്നെ ഒരു ചെറിയ പൊട്ടറ്റോ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു എഗ്ഗിനാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് മിൻറ്റ് ലീവ്സ് ആണ്. വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ പുതിനയിലയാണ്. ഫ്രഷാണ്, നല്ല മണമാണ് ഇതിന്. അപ്പോൾ ഇതും കൂടിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് ഈ ചിക്കൻ ലിവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിൻറ്റ് ലീവ്സൊക്കെ കുറച്ച് അടർത്തി ഇതിലേക്ക് ചേർക്കാം. ഒരു 10, 20, 25 മിൻറ്റ് ലീവ്സ് ഇതിലേക്ക് ചേർക്കാം. മിൻറ്റ് ലീവ്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്. നമ്മളുടെ ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വയ്ക്കാം. ഈ ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല പൊടിയായി അരിഞ്ഞ സവാളയും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തക്കാളിയുടെ പുറം ഭാഗം കട്ട് ചെയ്തത് ചേർക്കാം. എരിവിന് വേണ്ടി 1 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറും എഗ്ഗും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിൻറ്റ് ലീവ്സ് ചേർത്തതുകൊണ്ട് ഈ മുട്ടയുടെയും ലിവറിൻ്റെയും ചീത്ത മണമൊക്കെ മാറിക്കിട്ടും. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പോൾ ഓംലെറ്റിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു പാൻ വെച്ച് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ. ലോ ഫ്ലെയിമിൽ ചൂട് കൂടിയ സ്റ്റൗ ആണെങ്കിൽ നമ്മൾക്കൊരു ദോശത്തവ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തേക്ക് ഇനി നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് തൂവി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത പൊടിയായി അരിഞ്ഞ തക്കാളിയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മിൻറ്റ് ലീവ്സ് വളരെ നല്ലതാണ്. ദിവസവും 4-5 മിൻറ്റ് ലീവ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നല്ലൊരു മൗത്ത് ഫ്രഷ്നറും കൂടിയാണ് മിൻറ്റ് ലീവ്സ്. ഇനി കുറച്ച് ഡ്രൈ ചില്ലി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇത് ചേർക്കുകയേ വേണ്ട കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. കരിഞ്ഞു പോകാതിരിക്കാൻ ഒരു ദോശത്തവ ഈ പാൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. 5 മിനിറ്റിന് ശേഷം തുറന്നാൽ ഇതിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും. നമ്മൾ തൊട്ടാൽ നമ്മുടെ കയ്യിലൊന്നും ആകില്ല. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഇതിൻ്റെ പുറത്ത് ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറിൻ്റെ 1/4 ഭാഗം മെൽറ്റായതിനു ശേഷം കുറച്ച് ഭാഗം നമ്മളൊരു മൂടിമേൽ തേച്ച് കൊടുക്കാം. ഈ മൂടി ഉപയോഗിച്ചാണ് നമ്മളിത് തിരിച്ചിടുന്നത്. സ്പൂൺ ഉപയോഗിച്ച് തിരിച്ചിട്ടാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ മൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓംലെറ്റ് തിരിച്ചിടാൻ പോകുന്നത്. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊട്ടിപ്പോകാതെ നമുക്കിത് തിരിച്ചിടാവുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ ലിവറും ചിക്കൻ എഗ്ഗും കൊണ്ടുണ്ടാക്കിയ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഓംലെറ്റ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം.
അല്ലെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ലിവർ കയ്യിലുള്ളപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്